കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എൻ്റെ ജീവനായവനേ നീയൻ ആശയെന്നുമേ കാൽവരി കുന്നിൽ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അരൂപി എന്നിലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തു, പാവങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ജനത്തെ രാജകീയ പൗരോഹിത്യത്തിൽ അവിടുന്ന് അലങ്കരിക്കുന്നു. അവരിൽ ചിലരെ സവിശേഷമായ സ്നേഹത്താൽ തിരഞ്ഞെടുത്ത് കൈവെപ്പ് വഴി ദിവ്യ പരിചര്യയിൽ പങ്കാളികളാക്കുന്നു. വിശുദ്ധ അന്ത്രയോസിൻ്റെ മധ്യസ്ഥത്താൽ അനുഗ്രഹീതമായ ഈ ഇടവകയ്ക്ക് ഇന്ന് അനുഗ്രഹത്തിൻ്റെ പുണ്യദിനം. ഈ ഇടവകയുടെ പ്രിയപുത്രൻ തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണം നടത്തുന്നു. ഈ ഇടവകയുടെ ചരിത്ര താളുകളിൽ ഒരു പുരോഹിതൻ്റെ പേരുകൂടി ചേർക്കപ്പെടുന്നു. ത്യാഗവും പ്രാർത്ഥനയും അർപ്പണവും ആദരവും നിറഞ്ഞ നീണ്ട വർഷങ്ങളുടെ രൂപീകരണത്തിനും ഒരുക്കത്തിനും പഠനത്തിനും ശേഷമാണ് ഇന്നീ ദിവ്യമായ അൾത്താരയിൽ പരിശുദ്ധമായ കാസയും പീലാസയും കൈകളിലേന്തി കർത്താവിൻ്റെ ബലിപീഠത്തെ അദ്ദേഹം സമീപിക്കുന്നത്. ദൈവം നൽകിയ ഈ പൗരോഹിത്യം എന്ന മഹാദാനത്തിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. ഇത് മെസഞ്ചേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ സഭാംഗമായ ഫാദർ ബിബിൻ ബെന്നറ്റ്, കൊല്ലം രൂപതയിലെ സെന്റ് ആൻഡ്രൂസ് ഇടവകയിലെ ശ്രീമാൻ ബെന്നറ്റ് സേവ്യറിൻ്റെയും ശ്രീമതി ബീന ബെന്നറ്റിൻ്റെയും 2 മക്കളിൽ മൂത്തവനായി 1994 ഏപ്രിൽ 12 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കോവിൽത്തോട്ടം സെന്റ് ലിഗോറിയസ് LP സ്കൂളിലും ഹൈസ്കൂൾ പഠനം ചവറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും പൂർത്തിയാക്കി. 2010 കൊട്ടിയം സെന്റ് ആൻഡോഷ്യസ് സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. 2011-2013 കാലയളവിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പള്ളിത്തുറ HSS സ്കൂളിലും 2016-2019 കാലയളവിൽ ഡിഗ്രി പഠനം കേരള യൂണിവേഴ്സിറ്റിയിലും തത്വശാസ്ത്രം അമ്പലപ്പുഴയിലെ സെന്റ് ജോസഫ് ഫിലോസഫി കോളേജിലും പൂർത്തിയാക്കി. 2019-2020 കാലയളവിൽ റീജൻസി മിസോറാം മൗണ്ട് കാർമൽ ആശ്രമത്തിലും പൂർത്തിയാക്കി. 2020-23 കാലയളവിൽ ദൈവശാസ്ത്ര പഠനം ട്രിച്ചി ഫ്രാൻസിസ്കോ കപ്പുച്ചിൻ തിയോളജിയേറ്റിലും പൂർത്തിയാക്കി. 2024 കൊല്ലം തില്ലേരി ആശ്രമത്തിൽ സ്പിരിച്വൽ കോഴ്സ് പൂർത്തിയാക്കി. 2024 ഓഗസ്റ്റ് 26 തുമ്പ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ വെച്ച് അഭിവന്ദ്യ ക്രിസ്തുദാസിൽ പിതാവിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിച്ചു. തുടർന്ന് പടപ്പകര സെന്റ് ജോസഫ് ചർച്ചിൽ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്തു. 2025 ഏപ്രിൽ 24 കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ അബിൻ രാജ്, നിഷാന്ത് നിർമ്മൽ എന്നിവരും നമ്മോടൊപ്പം ഇന്ന് സന്നിഹിതരാണ്. കാൽവരിയിലേക്ക് ഇടറാത്ത ചുവടുകൾ വെച്ച് ജനത്തിൻ്റെ മുമ്പേ നടന്നുപോയ നിത്യപുരോഹിതനായ യേശുവിൻ്റെ ആൾ രൂപമാണ് ഓരോ പുരോഹിതനും. മോശയുടെ പ്രവാചക അധികാരവും അഹ്റോന്റെ വിളിയും സാമുവേലിന്റെ പരിശുദ്ധിയും മെൽക്കീസദേക്കിന്റെ പൗരോഹിത്യ ക്രമവും വിശുദ്ധ പത്രോസിന്റെ വിശ്വാസ ദൃഢതയും പരിശുദ്ധ മറിയത്തിന്റെ നിർമ്മലതയും സർവോപരി നിത്യപുരോഹിതനായ ക്രിസ്തുവിന്റെ മാനവിക ആർദ്രതയും
ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ മുഖമുദ്രയാണ്. ഈ അനുഗ്രഹമായ നിമിഷങ്ങളിൽ ഈ വൈദികരെ ഓർത്ത് നല്ല തമ്പുരാന് നന്ദി പറയുകയും ക്രിസ്തുനാഥനാൽ അനുരൂപരായി അവിടുത്തോടുള്ള ഭക്തിയിലും സഹോദര സ്നേഹത്തിലും ഉത്തമ മാതൃകകൾ ആയിരിക്കുവാനും അവിടുത്തെ ജനത്തെ സ്നേഹപൂർവ്വം പരിചരിക്കുന്നതിനും ദൈവവചനത്താൽ ഉദ്ബുദ്ധരാകുന്നതിനും കുദാശകളിൽ പരിപോഷിതരാകുന്നതിനും വേണ്ടിയും ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കേവർക്കും ഭക്തിയോടെ ഭയമോടെ ഈ ബലിയിൽ പങ്കുചേരാം. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. പാവനം നിൻ നാമം 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 പാരിലെങ്ങും പാടാം പാടാം പാടാം. പാവനം നിൻ നാമം 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 പാരിലെങ്ങും പാടാം പാടാം പാടാം. പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം പാടുമ്പോൾ. പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും. കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും. ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം. തൂവലുകൾക്കുള്ളിൽ തലചായ്ച്ചിടാം. നിൻ ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം. തൂവലുകൾക്കുള്ളിൽ തലചായ്ച്ചിടാം. തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം. തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം. സ്നേഹമേ പറയൂ സ്നേഹമേ കനിയൂ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. ദൈവവും മനുഷ്യനും കൈകോർക്കും നിമിഷമിതാ. സ്വർഗവും ഭൂമിയും ഒന്നാകും സമയമിതാ. ദൈവവും മനുഷ്യനും കൈ
സ്വർഗീയ ഗീതം പാടി താരയിൽ ദൈവിക തേജസ് നിറഞ്ഞു. മെഴുതിരികൾ മിന്നി വിളങ്ങി, പൂക്കൾ പുതുപുഞ്ചിരി തൂകി, ബലിപീഠത്തിൽ ബലിവസ്തുവിലലിയ നാഥനാഗതനായി കന്യകമാംസമതായി മാറ്റിടുവാൻ. സന്തോഷമേകിടും ഈ നിമിഷങ്ങളിൽ പങ്കുചേരാം നമുക്കീശോ തന്നെ ദിവ്യസന്നിധിയിൽ. നിമിഷങ്ങളിൽ പങ്കുചേരാം നമുക്കീശോ തന്നെ ദിവ്യസന്നിധിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, നീണ്ട കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമാണ് ഞാനിന്നിവിടെ ഈ ബലിവേദിയിൽ ആയിരിക്കുന്നത്. ഞാനിന്നിവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എൻ്റെ കുറവുകൾ നിറവുകളാക്കിയ തമ്പുരാന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ബലിയർപ്പിക്കുന്നു. ഈ നിമിഷം ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഈ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈ ബലിയർപ്പിക്കുവാൻ നല്ല തമ്പുരാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും
സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. നന്ദി ചൊല്ലും നീവർ താഴ്മയാ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നേർവാലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യ
നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണികനായ ദൈവമേ, എന്റെ പ്രാർത്ഥനകളിലേക്ക് അങ്ങ് കരുണാദ്രമായി ചെവിചായ്ക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എന്റെ ഹൃദയം പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ രഹസ്യങ്ങൾ യഥായോഗ്യം അനുഷ്ഠിക്കുന്നതിനും അങ്ങേ സഭയെ വിശ്വസ്തയോടെ സേവിക്കുന്നതിനും അനന്തമായ ഉപവിയാൽ അങ്ങേ സ്നേഹിക്കുന്നതിനും ഞാൻ അർഹനാക്കുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. കർത്താവേ, എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. കർത്താവ് സിയോനിൽ നിന്നും നിന്റെ അധികാരത്തിന്റെ ചെങ്കോലയയ്ക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. വിശുദ്ധ പർവ്വതത്തിലേക്കു നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മണി കൂടാതെ തങ്ങളിൽ തന്നെ നിനക്കു സമർപ്പിക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു.
ഹിതമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. അതിനു മാറ്റമുണ്ടാവുകയില്ല, അതിന് മാറ്റമുണ്ടാവുകയില്ല. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. മെൽക്കീസേദെക്കിൻ ക്രമപ്രകാരം നീ നിത്യം. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലം ആയിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഓ ദൈവമേ എന്ന ഒരു മനോഹരമായ ഷോർട്ട് ഫിലിമുണ്ട്. ആ ഷോർട്ട് ഫിലിമിൽ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട്
ദൈവത്തിൻ്റെ വചനം ലോകത്തോട് പ്രസംഗിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഈ വ്യക്തി ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ തീരുമാനിക്കുന്നു, പ്രസംഗിക്കുവാൻ തുടങ്ങുന്നു. എന്നാൽ പ്രസംഗവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഒരു കാര്യം വ്യക്തമായത്, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കാരണം ആൾക്കാർ ഇദ്ദേഹത്തെ ഭ്രാന്തൻ എന്നും ലെവലില്ലാത്തവനെന്നൊക്കെ വിളിക്കുവാൻ തുടങ്ങി. മാത്രമല്ല, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത് കാരണം ഇദ്ദേഹത്തിന് തൻ്റെ ജോലി, ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ തൻ്റെ ജോലി നഷ്ടപ്പെടുവാൻ ഇടയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി. വളരെയധികം പ്രയാസത്തോടും വേദനയോടും ദേഷ്യത്തോടും കൂടെ തന്നെ ഇദ്ദേഹം ദൈവത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. ദൈവത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ എന്നെ ഏൽപ്പിച്ചതായ ആ ജോലി, നിന്റെ വചനം ഈ ലോകത്തോട് പ്രസംഗിക്കാൻ ആ ജോലി, ഒന്നാമതായിട്ട് അത് വളരെ പ്രയാസപ്പെട്ടൊരു ജോലിയാണ്. കാരണം ഞാൻ വചനം പ്രസംഗിക്കണമെങ്കിൽ ആ വചനം ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ ജീവിക്കണം. മാത്രമല്ല, ഈ വചനം പ്രസംഗിക്കുന്നത് കാരണം ജനങ്ങൾ എന്നെ ഒരു ഭ്രാന്തനായിട്ടും ലെവലില്ലാത്തവനായിട്ടൊക്കെ ചിത്രീകരിക്കുകയാണ്, വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ നോക്കിക്കേ, നിന്റെ വചനം കാരണം എനിക്കെൻ്റെ ജോലി സൂപ്പർ മാർക്കറ്റിൽ നഷ്ടപ്പെടുവാൻ പോകുകയാണ്. ദൈവം ഒരു നിമിഷം ആ വ്യക്തിയെ സ്നേഹത്തോടെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അത് മോശമല്ലാത്ത ഒരു കാര്യമാണ്. നിന്റെ ജോലി നഷ്ടപ്പെടുത്തുക, ലോകത്തെ രക്ഷിക്കുക. നിന്റെ ജോലി നഷ്ടപ്പെടുത്തുക, ലോകത്തെ രക്ഷിക്കുക. ഓരോ ക്രിസ്ത്യാനിക്കും ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നൽകുന്നതായ ഒരു കൽപ്പനയാണ്. യേശുനാഥൻ എപ്രകാരമാണ്, എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ അവതരിച്ചു, ജീവിച്ചു, സഹിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തുവോ, ഒരു യാഥാർത്ഥ്യം മാനവകുലത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി അവയിൽ നിന്നെല്ലാം മോചനം കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് യേശുവിൻ്റെ പെസഹ രഹസ്യം സംഭവിച്ചത്. ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രത്യേകമായ ഒരു ദൗത്യമാണ്, ഒരു ജോലിയാണ് ലോകത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ഒരു വ്യത്യസ്തരായ 3 വൈദികരെ, 3 പുരോഹിതരെ കാണുവാൻ സാധിക്കും. ഈ 3 പേരും നമ്മുടെ ഓരോരുത്തരുടെയും ധ്യാന വിഷയമാകേണ്ട വ്യക്തികളാണ്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും മനേലാവൂസ് എന്ന പുരോഹിതൻ. പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കും എലിയാസർ എന്ന പുരോഹിതൻ, പിന്നെ അഹ്റോൻ എന്ന പുരോഹിതൻ. മനേലാവൂസിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത്, ഒരു പുരോഹിതൻ എന്താകരുത്, ഒരു പുരോഹിതൻ എന്താകരുതെന്ന് മനേലാവൂസിന്റെ ജീവിതവും പ്രവൃത്തികളും നമുക്ക് കാണിച്ചു തരുന്നു. പിന്നെ ഏലിയാസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു പുരോഹിതൻ എന്താകണമെന്ന് വ്യക്തമാക്കുന്നു. അഹ്റോൻ പച്ചയായ ഒരു മനുഷ്യൻ, പാപത്തിനും പുണ്യത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യൻ.
ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ ബലഹീനത കാരണം പലപ്പോഴായിട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായ ഒരു മനുഷ്യൻ, ഒരു പുരോഹിതൻ. മക്കബാരുടെ 2-ാം പുസ്തകത്തിൽ മെനേലാവൂസിനെ പറ്റി പറയുന്നത് ക്രൂരനായ ഒരു സ്വച്ഛാധിപതിയും വന്യമൃഗങ്ങളുടെ ക്രൂരതയുമുള്ള ഒരു പുരോഹിതനിൽ നിന്നാണ്. പ്രധാന പുരോഹിതനാകുവാനുള്ള കഴിവില്ലാഞ്ഞിട്ട് പോലും പൈസ കൊടുത്തുകൊണ്ട് പ്രധാന പുരോഹിതനാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അത് കൈയടക്കുകയും പിന്നെ പലരെയും മണിയടിച്ച് പല കാര്യങ്ങൾ നേടിയെടുക്കുകയും വീഴുന്നവരെ തട്ടി മാറ്റി വാഴുന്നവരുടെ കൂടെ ജീവിക്കുകയും ചെയ്ത ഒരു പുരോഹിതൻ. എന്നാൽ വാഴുന്നവരും വീഴുന്നവരും മനസ്സിലാക്കിയ ഒരു കാരണം, നമ്മുടെ ദേശത്തിന്റെ നാശത്തിന് കാരണം ഈ പുരോഹിതനാണ് എന്നാണ്. അത് മനസ്സിലാക്കി അദ്ദേഹത്തെ അവർ ഒരു ഗോപുരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാരത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒരു ശവസംസ്കാരം പോലും ലഭിക്കാതെ ചാരത്തിലും അഗ്നിയിലും മരിച്ച ഒരു പുരോഹിതൻ. കാരണം അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും അഹന്തയുടെയൊക്കെ ഒരു ചിഹ്നമായിരുന്നു ആ പുരോഹിതൻ തന്റെ ജനത്തിന് മുന്നിൽ. അങ്ങനെ ആ പുരോഹിതൻ കൊല്ലപ്പെട്ടു. എന്നാൽ എലിയാസറിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ എലിയാസർ ഒരു പുരോഹിതനല്ല. മക്ബാരുടെ പുസ്തകം പറയുന്നത് ഉന്നത സ്ഥാനിയായ ഒരു നിയമജ്ഞൻ. എങ്കിൽ തന്നെയും നമുക്ക് ഇദ്ദേഹത്തെ ഒരു വൃദ്ധ പുരോഹിതനായി കണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിത രീതിയെപ്പറ്റി, ആധ്യാത്മികതയെപ്പറ്റി ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. സ്വന്തം സുഖസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാജാവ് കൽപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ അത് നിഷിദ്ധമാണ്, തന്റെ മതത്തിനും നിയമത്തിനും എതിരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവ ചെയ്യാതെ എന്തും ഏതും ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ തീരുമാനിച്ചുറച്ച തന്റെ ജനത്തോടൊപ്പം ചേർന്നു നിൽക്കുന്ന ഒരു പുരോഹിതനായിരുന്നു എലിയാസർ. ദൈവത്തിന്റെ സ്വപ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് പലപ്പോഴായിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാര്, സ്നേഹിതർ ആവശ്യപ്പെട്ടു, പന്നിമാംസം കഴിക്കുന്നത് നിഷിദ്ധമാണെങ്കിലും ഒന്ന് കഴിക്കുന്നതായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്നും മോചനം നേടാമെന്നാണ്. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞത്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മാതൃകയാകണമെങ്കിൽ ഒരു ഇത്തിരി കാലം കൂടി നീട്ടിക്കിട്ടുന്ന ഈ ഒരു ജീവിതം എനിക്ക് വേണ്ട. ഞാൻ കാരണം എൻ്റെ ജനം നശിക്കുവാൻ പാടില്ല. അവർക്ക് വേണ്ടി, അവർക്ക് നല്ല മാതൃക നൽകുവാൻ വേണ്ടി, അവർക്ക് നല്ല ഉദാഹരണം നൽകുവാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ജനത്തോടു കൂടി ആയിരിക്കുന്നത്. ആദർശശീലനായ, കുലീനനായ, വാക്കിലും പ്രവൃത്തിയിലും ചലനത്തിലും ദൈവത്തിനോടൊപ്പം സഞ്ചരിച്ച, ദൈവത്തിന്റെ സ്വരം കേട്ട, ദൈവത്തിന്റെ ആഗ്രഹമനുസരിച്ച് ജീവിച്ച ഒരു പുരോഹിതനായിരുന്നു എലിയാസർ. മൂന്നാമത്തെ പുരോഹിതൻ അഹ്റോൻ, ഒരു നാടൻ വൈദികൻ. ശരിക്കും തെറ്റിനും ഇടയിൽ നിൽക്കുന്ന ഒരു വൈദികൻ. അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും പിശാചും മാലാഖയും നൃത്തം ചെയ്യുന്നൊരു മനസ്സായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുന്നത് നല്ലതുപോലെ സംസാരിച്ചിരുന്നൊരു വ്യക്തി എന്നാണ്. മോസസിനോട് ദൈവം ഈജിപ്തിലേക്ക് പോയി ജഡതയെ മോചിപ്പിച്ചുകൊണ്ട് വരുവാൻ പറയുമ്പോൾ മോസസ് പറയുന്നത്, എനിക്ക് സംസാര ശക്തിയില്ല. അപ്പോൾ അഹ്റോനെയാണ് ദൈവം മോശി കൊടുക്കുന്നത്, ഇവൻ നിനക്ക് വേണ്ടി സംസാരിക്കും, ഇവൻ നിന്റെ വക്താവായിരിക്കും, നീ ഇവന് ദൈവത്തെ പോലെ ആയിരിക്കുമെന്ന്. ദേവാലയത്തിൽ എല്ലാ കർമ്മങ്ങളും അതിന്റെ പൂർണ്ണതയിൽ ചെയ്തുകൊണ്ട് ദൈവത്തോട് അടുത്ത് ജീവിച്ച ഒരു വ്യക്തി ആയിരുന്നു അഹ്റോൻ.
തന്നെ തന്നെ പൂർണ്ണമായിട്ട് ഇതിന് വിട്ടുകൊടുത്തു. ലേവ്യരുടെ 8-ാം അധ്യായത്തിൽ അഹ്റോൻ എപ്രകാരം പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. ഏതാണ്ട് സമാഗമ കൂടാരത്തിൽ ആയിരുന്നു കൊണ്ട് അവിടെ 7 രാത്രിയും 7 പകലും നിന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് പിന്നെ ജനങ്ങളെ ആശീർവദിക്കുവാൻ വേണ്ടി അഹ്റോൻ കടന്നു വരുമ്പോൾ ആശീർവാദത്താൽ ദൈവത്തിന്റെ മഹത്വം ജനങ്ങളുടെ മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ എപ്പോഴാണ് ആ ഇടർച്ച സംഭവിച്ചത്? മോസസിനോടൊപ്പം ചേർന്ന് നടക്കുമ്പോഴൊക്കെ തന്നെയും മോസസിനേക്കാളും വലിയവനാകുവാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ജനങ്ങളുടെ കൈയടിക്കൊത്ത് സഞ്ചരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു പുരോഹിതനായിരുന്നു അഹ്റോൻ. ഈ ഭൂലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗമ്യതയുള്ള സഹനശീലമുള്ള വ്യക്തിയായിരുന്നു മോസസ്. മോസസിനെതിരായിട്ട് പിറുപിറുക്കുകയും മുറുറുക്കുകയും ചെയ്ത ഒരു പുരോഹിതനായിരുന്നു അഹ്റോൻ. മാത്രമല്ല, മോസസ് 40 രാവും 40 പകലും സീനാൻ മലയിൽ ഇസ്രായേൽ ജനതയ്ക്ക് ലഭിക്കേണ്ടതായ 10 കൽപ്പനകൾ, ഒരു പുതിയ ജീവിത രീതിയും ശൈലിയും ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടാകുവാൻ വേണ്ടി രാപകൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു സീനായിൽ. അപ്പോൾ താഴ്വാരത്തിൽ ജനങ്ങൾ അഹ്റോനോട് വന്ന് ചോദിക്കുന്നുണ്ട്, മോസസിന് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല, അതിനാൽ വരുക നമുക്ക് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാം, അത് ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കാം. ജനങ്ങളുടെ താളത്തിനൊത്ത് തുള്ളി അവർക്ക് പാപത്തിന് കാരണമായ ഒരു പുരോഹിതനായിരുന്നു അഹ്റോൻ. തീർച്ചയായിട്ടും അഹ്റോന്റെ ജീവിതത്തിൽ ഈ പാപങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് മോസസ് വന്ന് ചോദിക്കുമ്പോൾ അഹ്റോൻ പറയുന്നുണ്ട്, ഈ ജനതയെല്ലാം തന്നെ തിന്മയിലേക്ക് എപ്പോഴും ചായ്ഞ്ഞിരിക്കുന്നവരാണ്. കാരണം മറ്റുള്ളവരിലേക്ക് പാപം അടിച്ചേൽപ്പിക്കുവാൻ ഒരു താല്പര്യം, എപ്പോഴൊക്കെ നമ്മൾ ദൈവിക കൽപ്പനയ്ക്കെതിരായിട്ടൊരു കോംപ്രമൈസിന് പോകുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പാപം ഏറ്റെടുക്കാതെ മറ്റുള്ളവരിൽ പാപം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീകമായിരുന്നു അഹ്റോൻ. എന്നാൽ ദൈവത്തിലേക്ക് വേണ്ടി തിരിച്ചു വരികയാണ് അഹ്റോൻ. സ്വന്തം പാപങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നു, പശ്ചാത്താപമുണ്ടാകുന്നു. പിന്നെയുള്ള ജീവിതം യഥാർത്ഥമുള്ള പശ്ചാത്താപത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അഹ്റോൻ മാറുകയാണ് ചെയ്യുന്നത്. അഹ്റോന്റെ അന്ത്യ ദിവസങ്ങളെല്ലാം തന്നെ പശ്ചാത്താപത്തിന്റെയും തിരിച്ചുവരവിന്റെയും ഒരു ജീവിതമായിരുന്നു. ദൈവത്തിനെതിരായിട്ട്, അൾത്താരക്കെതിരായിട്ട്, പൗരോഹിത്യത്തിനെതിരായിട്ട് താൻ പാപം ചെയ്തു. ദൈവം മാത്രമാണ് യഥാർത്ഥമായ ഓഹരി എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് പിന്നെ അഹ്റോൻ തന്റെ ജീവിതം ജീവിച്ചു തീർത്തത്. അവസാനം ഒരു മലയിലേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് തന്റെ പൂജാവസ്ത്രങ്ങൾ എലിയാസറിനെ ഏൽപ്പിച്ചിട്ട് മലയിലേക്ക് നടന്നു പോകുന്ന അഹ്റോന്റെ ഒരു ചിത്രം പഴയ നിയമത്തിൽ ഉണ്ട്. അനുതാപത്തോടെ മടങ്ങി വന്നവന്റെ ഒരു മടക്കയാത്ര. ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ഈ 3 പുരോഹിതരും നമുക്ക് മുന്നിൽ ഒരു ധ്യാന വിഷയമായിട്ട് മാറേണ്ടവരാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ചാർത്തിച്ച വ്യക്തികളാണ് ഓരോ പുരോഹിതരും. ഒരു വ്യക്തിയെ ദൈവം പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ ഒരു സ്വപ്നം പൂർത്തിയാകുകയാണ്. ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് പുരോഹിതൻ മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നമാണ്, യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് ഓരോ പുരോഹിതരും. ഇവിടെ നമുക്ക് മുന്നിൽ ഈ 3 പുരോഹിത നവവൈദികർ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ കൃപയും അനുഗ്രഹവും എന്ന് പറയുന്നത് ഇവരുടെ സാന്നിധ്യവും തന്നെയാണ്. ഇവർ വഴിയായിട്ട് നാം നിരന്തരം അനുഗ്രഹിക്കപ്പെടേണ്ട വ്യക്തികളാണ്.
ഇവരെപ്പോഴും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട്, നന്മയായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെ പേരിലും ഇവർക്ക് ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവരോട് നിങ്ങളുടെ പേരിൽ എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെ ആരെയും തന്നെ പ്രിയപ്പെട്ട നവവൈദികരെ അനുകരിക്കുകയോ അനുഗമിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ വിളിച്ചത് യേശുനാഥൻ മാത്രമാണ്. യേശുനാഥൻ മാത്രമാണ് യഥാർത്ഥമുള്ള ദൈവവും യഥാർത്ഥ മനുഷ്യനും. ഈസ് എ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, എ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഗോഡ്. യേശുവാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചതെങ്കിൽ യേശുവിനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് യേശുവിൻ്റെ പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി, ലക്ഷ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടി മാത്രമേ നിങ്ങൾ പരിശ്രമിക്കാവൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് ബിബിനച്ഛനെ അറിയാം. എൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ട് അച്ഛൻ. ബിബിനച്ഛൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ അച്ഛൻ്റെ മാസ്റ്റർ ആയിരുന്നു. ബിബിനച്ഛൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ വിളിച്ച് തിരുത്തുമ്പോഴൊക്കെ ബിബിനച്ഛൻ്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി വളരെ വ്യത്യസ്തമായൊരു പുഞ്ചിരിയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാം ഏറ്റെടുക്കുവാനും സഹിക്കുവാനും തയ്യാറാകുന്ന ഒരു പുരോഹിതനാണ് ബിബിനച്ഛൻ. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, പരിശുദ്ധകാലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികളും പ്രതിസന്ധികളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ പോലും തന്നെ വിളിച്ച ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം എന്നുള്ള ദൃഢനിശ്ചയം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഒരു പുരോഹിതനായിട്ട്, പുരോഹിതനായ യേശുവിൻ്റെ ഒരു പുരോഹിതനായിട്ട് ഇപ്പോൾ ഈ അൾത്താരയിൽ തൻ്റെ ആദ്യത്തെ ബലി അച്ഛൻ നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത്. അച്ഛനെ സഭയ്ക്ക് നൽകിയ, ലോകത്തിന് നൽകിയ ധന്യരായ ഈ മാതാപിതാക്കൾ, ഇവരും നമ്മുടെ അഭിനന്ദനവും ആശംസകളും പ്രാർത്ഥനകളും അർഹിക്കുന്നവരാണ്. തങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെയാണ് ഇവർ പൂർണ്ണമായിട്ടും ദൈവത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും വിട്ടുകൊടുക്കുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് വേണ്ടിയും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള മാതാപിതാക്കൾ ഈ ഇടവകയിൽ ഇനിയും ഉണ്ടാകുവാൻ വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ പേര് ജീവിക്കുന്ന, ദൈവത്തിൻ്റെ സന്തോഷം പേര് ജീവിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹം പേര് ജീവിക്കുന്ന ഒരുപാട് യുവതിയുവാക്കൾ മുന്നോട്ട് വന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും മാനവകുലത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ആനന്ദമായ ദൈവകാരുണ്യമേ, തിരുസഭയെ നയിക്കുകയും എളിമയുടെ ഏറ്റവും വലിയ മാതൃക നൽകിക്കൊണ്ട് ക്രിസ്തുവിന് അനുരൂപനായി ജീവിച്ച്
ലോക സമാധാനത്തിനു വേണ്ടിയും മർദ്ദിതർക്കും പീഡിതർക്കുമൊപ്പം നിലകൊണ്ടും ലോകത്തിന് മാതൃകയായി പ്രകാശിച്ച അങ്ങയുടെ പ്രിയദാസൻ ഫ്രാൻസിസ് പാപ്പയ്ക്കായി സ്വർഗ കവാടം തുറന്നു നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്നരുൾ ചെയ്ത യേശുനാഥ, ആത്മാവിൻ്റെ വരദാന ഫലമേകി എല്ലാ ആത്മീയ ആചാര്യന്മാരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ധന്യരാക്കണമേ. ഞങ്ങളുടെ രൂപതാ അധ്യക്ഷൻ പോൾ ആൻ്റണി പിതാവിനെയും ഇടവക വികാരിമാരായ മിൽട്ടൺ അച്ഛനെയും നിതിൻ അച്ഛനെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും എന്നും അങ്ങയുടെ ഹിതമനുസരിച്ച് നയിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നാഥ, നിന്റേത് മാത്രം, നിനക്കായി മാത്രം സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രഥമ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബിബിൻ ബെന്നറ്റ് അച്ഛനെ കാസയിലെ വീഞ്ഞിനോടും പിലാസയിലെ അപ്പത്തോടുമൊപ്പം അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരുടെയും സങ്കടങ്ങളിൽ സന്മനസ്സോടെ പങ്കുചേരുവാനും ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും അങ്ങേ കാരുണ്യം പകർന്നു നൽകുവാനും അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നരുൾ ചെയ്ത കർത്താവെ, ദേവരാജ്യത്തിൻ്റെ സംസ്ഥാനതലത്തിൽ പങ്കുകാരായി മിഷനറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ നന്മയും കരുണയും ലോകം മുഴുവൻ എത്തിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ മോഹവലയങ്ങളിൽപ്പെട്ട് ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യുന്ന യുവജനത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ തങ്ങളുടെ ജീവിതം സഭയ്ക്കും സമൂഹത്തിനും മുതൽക്കൂട്ടായി മാറ്റുവാനും കൂടുതൽ ദൈവവിളി ഉണ്ടാകുവാനും കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നന്മയുടെ സാഗരമായ ദിവ്യ യേശുവേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
കാഴ്ചയായി നൽകിടാം എൻ ദൈവമേ. നിന്ദാനമാണീ ജീവിതം ഈ കാസയിൽ. കാഴ്ചയായി നൽകിടാം എൻ ദൈവമേ. നിന്ദാനമാണീ ജീവിതം ഈ കാസയിൽ. തിരുച്ചോരത്തുള്ളിയായി മാറുമീ വീഞ്ഞിനൊപ്പം താഴ്മയായി എന്നെ ഞാൻ സമർപ്പിക്കുന്നു. സാദരം എന്നെ ഞാൻ സമർപ്പിക്കുന്നു. കാഴ്ചയായി നൽകിടാം എൻ ദൈവമേ. നിന്ദാനമാണീ ജീവിതം ഈ കാസയിൽ. ദിവ്യകാരുണ്യമായി മാറുവാൻ നീ അപ്പമായി തീരുമീ പൂജ്യവേളയിൽ. പരിശുദ്ധ കന്യകാമേരിതൻ അർപ്പണം പോൽ പൂർണ്ണമായി എന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ഞാൻ സമർപ്പിക്കുന്നു. കാഴ്ചയായി നൽകിടാം എൻ ദൈവമേ. നിന്ദാനമാണീ ജീവിതം ഈ കാസയിൽ.
തളികയിൽ കാഴ്ചയാ ബലിയുണർത്തും ആത്മനാഥ സ്നേഹവേദിയിൽ ദൈവമേ നിന്നിലെന്നെ ചേർത്തിടാ ദിവ്യമാം കാഴ്ചയായി സ്വീകരിക്കണേ സർവവും കാഴ്ച വീച്ചിടാ അനുപമ ബലിയാ പ്രിയകര ബലിയാ സർവവും കാഴ്ച വീച്ചിടാ മധുരമാം തേൻ നിറഞ്ഞ മലരുപോ കൃപ നിറഞ്ഞ പാവനാത്മ നിറവു നൽകി നീ മനുജരിൽ സ്നേഹദാന ഭാഗ്യമേകി നീ എന്നെയും വീണ്ടെടുത്തു നീ വീണ്ടെടുത്തു പ്രിയകര ബലിയാ സർവവും കാഴ്ച വീച്ചിടാ അനുപമ ബലിയാ പ്രിയകര ബലിയാ സർവവും കാഴ്ച വീച്ചിടാ സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ ഭക്തിപൂർവം അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കണമേ. പുരോഹിതനും ബലിവസ്തുവുമായ അങ്ങ് ക്രിസ്തുവിനെ അങ്ങ് കടാക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ബലത്തിൽ പങ്കുചേരുന്ന എന്നെ അങ്ങേക്ക് പ്രീതികരമായ ഒരു ആത്മബലിയായി നിരന്തരം അർപ്പിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പുരാതനമായ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവന്റെ സമഗ്രത സമുദ്രിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാസ്ത്രികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ 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 അത്യുന്നതങ്ങളിൽ ഹോസാനാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ 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 അത്യുന്നതങ്ങളിൽ ഹോസാനാ. ഒരു നിമിഷം യപ്പത്തോടും വീഞ്ഞിനോടും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ നിയോഗങ്ങളും നമ്മുടെ വേദനകളും സങ്കടങ്ങളും അപ്പത്തോടും വീഞ്ഞിനോടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവ് പവിത്രീകരിക്കാൻ കനിയണമേ. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഇതുവരെ രഹസ്യം ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം.
ശുഭരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ.